ഹായ് മക്കളെ, അങ്ങനെ നീറ്റ് 2024 സ്കാമിന് ഒരു അന്തിമ വിധി വന്നിരിക്കുകയാണ്. റീനീറ്റ് നടത്തേണ്ടതില്ല എന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും പക്ഷെ അത് വ്യാപകമായിരുന്നില്ല, ആകെ 155 കുട്ടികൾക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള CBI റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വിധിയിലേക്ക് എത്തിയത്. അതുമാത്രമല്ല, ഒന്നും കൂടെ റീനീറ്റ് നടത്തുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ട്, അത് കാരണം വൈകാവുന്ന മെഡിക്കൽ അഡ്മിഷനുകൾ, അത് കാരണം നമ്മുടെ ഹോൾ മെഡിക്കൽ സിസ്റ്റം തന്നെ താറുമാറാവാൻ ഉള്ള സാധ്യത ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു വിധിയിലേക്ക് എത്തിയത്. ഉറപ്പായിട്ടും ഈ വിധിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ദ ഫൈനൽ വേർഡിക്റ്റ്, ഇതാണ് അന്തിമ വിധി. കാരണം വിധിച്ചത് ജില്ലാ കോടതിയോ ഹൈക്കോടതിയോ ഒന്നുമല്ല, സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. നീറ്റ് 2024 ഒരു എന്താ പറയുക, റീനീറ്റ് ഇല്ല എന്നുള്ള ആകെയുള്ള ഒരൊറ്റ മാറ്റം എന്ന് പറയുന്നത് ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ആറ്റംസ് ക്വസ്റ്റ്യനിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ മാത്രം ശരിയുത്തരമായി പരിഗണിക്കണമെന്നും പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസറും ശരിയാണ് എന്നുള്ള, അതായത് രണ്ട് ഓപ്ഷനും ഫുൾ മാർക്ക് കൊടുത്ത NTA തീരുമാനം മാറ്റണമെന്നും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ, എനിക്ക് ഓപ്ഷൻ കൺഫ്യൂഷൻ ആയിട്ടോ, ഞാൻ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ അതിന് 4 മാർക്കും മറ്റേ ആൻസറിന് ഒന്നുകിൽ നെഗറ്റീവ് മാർക്ക് കൊടുക്കണോ അല്ലെ 0 മാർക്ക് കൊടുക്കണോ എന്ന് NTA തീരുമാനിക്കാമെന്നുമാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങളുടെ റാങ്കുകൾ മാറി മറിയും. പക്ഷെ എന്നാലും എന്താണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. ഈ ബോർഡർ ലൈനിലുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ ചിലപ്പോൾ എന്താണ് ഒന്ന് താഴോട്ടേക്ക് പോകാനുള്ള ചാൻസ് മാത്രമാണ് കാണുന്നത്, ഈ ലാസ്റ്റ് റാങ്കിലുള്ള ആൾക്കാർ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വലിയ ടെൻഷനിലൂടെ ആയിരിക്കും കഴിഞ്ഞ 1-2 മാസമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കടന്നു പോയിട്ടുണ്ടാവുക. ആൻഡ് സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ എനിക്കും സങ്കടമുണ്ട്. കാരണം നിങ്ങൾ ശരിക്കും തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, നിങ്ങളല്ലല്ലോ ചോദ്യപേപ്പർ ചോർത്തിയത്, നിങ്ങളല്ലല്ലോ ഇങ്ങനൊരു സ്കാം ആസൂത്രണം ചെയ്തത്. പക്ഷെ എന്താണ്, നിങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് നിങ്ങളാകെ ചെയ്തുള്ളത് ഡോക്ടർ ആവുക എന്നുള്ളൊരു സ്വപ്നത്തിന് വേണ്ടി കഴിഞ്ഞ 1 വർഷം നമ്മളുടെ എല്ലാ അനുഗ്രഹങ്ങളെല്ലാം എന്താണ്, എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ പഠിച്ചു, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്ന് മാത്രമാണ്. ആൻഡ് അതൊക്കെ ആണെങ്കിലും നമുക്കെന്തില്ല, ഈ വിധിയെക്കുറിച്ച് ഇനി ചർച്ച ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇതിലെന്തില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അത് ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്, എങ്ങനെ നമ്മൾ മൂവ് ഓൺ ചെയ്യും എന്നുള്ളത്. മക്കളെ, ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ പാരൻസിനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങൾ 17, 18, 19 വയസ്സുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ചില കാര്യങ്ങളൊന്നും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കില്ല. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും, ചിലപ്പോൾ പൊട്ടിക്കരയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ അത് മറന്നുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ആൻഡ് അതാണ് ലൈഫ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മാസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം എന്താണ്, മൂവ് ഓൺ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് തോന്നുന്നത് 3 ഓപ്ഷൻസ് ആണല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നീറ്റ് 2025 ഒന്നും കൂടെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മക്കളെ, നിങ്ങളുടെ മാർക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ പ്രസക്തമല്ല. നിങ്ങൾക്ക് എന്താണ്, ഒരു 500-ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചാലും ഉറപ്പായിട്ട് എന്താണ്, നിങ്ങൾക്ക് പ്രത്യേകം പറയണം, ആ മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത വർഷം ആ ഡോക്ടർ എന്ന സ്വപ്നം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാര്യവും നിങ്ങളെ തടയാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോച്ചിങ് സെൻറ്റർ എവിടെയാണോ അവിടെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ പറയേണ്ട കാര്യമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്, എജ്യൂപോർട്ട് എന്താ പറയുക, ഈ നീറ്റ് 2024 600 മാർക്കിന് മുകളിൽ വാങ്ങിയ കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് ഒരു സൂപ്പർ 30 എന്നുള്ളൊരു ബാച്ച് ഉണ്ട്. അതായത് ആകെ 30 കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ പ്രവേശനം. ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 30 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് ആ 30 കുട്ടികൾ എന്താണ്, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആൻഡ് സൂപ്പർ 30 ബാച്ചിലെ കുട്ടികൾ ഒരു പൈസ പോലും എന്ത് ചെയ്യേണ്ട, അടക്കേണ്ടതില്ല. ഹോസ്റ്റൽ ഫീ ഇല്ല, ട്യൂഷൻ ഫീ ഇല്ല, ബുക്ക് ഫീ ഇല്ല, രജിസ്ട്രേഷൻ ഫീയോ ഒരു കാര്യങ്ങളും ഇല്ല. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള കോൺടാക്ട് ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്, കമൻറ്റിൽ പിൻ ചെയ്തത്. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. ഇതിനെക്കുറിച്ച് പറയേണ്ട സമയമല്ല ഇത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അടുത്ത വീഡിയോക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ, സൂപ്പർ 30യെക്കുറിച്ച്. പിന്നെയുള്ള രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആണ്. ഒന്നും കൂടെ ട്രൈ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. നിങ്ങൾ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക, പാരൻസിനോട് ഡിസ്കസ് ചെയ്യുക. ഇനി എന്നിട്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എന്ത് ചെയ്യാം,
ഞങ്ങൾ റെഡിയാണ്. ഞാൻ താഴെ കാണുന്ന ഒരു വാട്സപ്പ് നമ്പർ കമൻറ്റിൽ പിൻ ചെയ്യാം. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നീറ്റ് ക്ലിയർ ചെയ്ത പല മെഡിക്കൽ കോളേജുകളിലും പഠിക്കുന്ന ഡോക്ടേഴ്സ് തന്നെ എന്ത് ചെയ്തു തരും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളോട് മെസ്സേജ് അയക്കാം, ഞങ്ങളത് മാക്സിമം ഹെൽപ്പ് ചെയ്യാം. ഇനി മറ്റൊരു കൂട്ടർ ചിലപ്പം ഞങ്ങളെ കഴിഞ്ഞ ലൈവിലൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു, ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ നീറ്റ് ജേണി അല്ലേ. ചിലപ്പോൾ എന്തായിരിക്കും, +2 ശേഷം 1, 2, 3 വർഷം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും ആൻഡ് മടുത്തിട്ടായിരിക്കും അല്ലേ. പക്ഷേ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നിൻ്റെ അവസാനമല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ പലപ്പോഴും നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ബയോളജി ഫാക്കൽറ്റി ഡോക്ടർ ബിലാലുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ബിലാൽ പറയുന്നൊരു കഥയുണ്ട്. അതായത് അവൻ പഠിച്ച സെൻറ്ററിൽ ആകെ 35 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ 35 കുട്ടികളിൽ ബിലാൽ മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടിയത്. ബാക്കിയുള്ള ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ ഉഴപ്പിയതാണ്. പക്ഷെ ഒരു 5 or 6 അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് എല്ലാ രീതിയിലും അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, അവർക്ക് നീറ്റ് എന്ന കടമ്പ ചാടി കടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ പറയുന്നത് ഇന്ന് അവരൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ടാകും. അതിലൊരു 2 ആൾക്കാരെങ്ങനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു, അവർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെ അഡ്മിഷൻ കയറി. ബാക്കി 3 ആൾക്കാർ US-ലും ജർമ്മനിയിലും കാനഡയിലൊക്കെ ആയിട്ട് നല്ല ലൈഫ് ലിവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നീറ്റ് റിപ്പീറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു നീറ്റ് അല്ലെങ്കിൽ ഈ 660 മാർക്ക് ചാടിക്കിടക്കുക എന്നതിനേക്കാളപ്പുറം അത് നിങ്ങളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമുക്കൊരു ഡ്രീം ഉണ്ടാവുക, ആ ഡ്രീമിന് വേണ്ടി എല്ലാം മറന്ന് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുക. ഇത് തന്നെയാണ് ലൈഫിൽ അങ്ങോളം നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ. ഒരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുക, അത് നേടിയെടുക്കാൻ നോക്കുക. ഇനി എല്ലാ പരിശ്രമം നടത്തിയിട്ട് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോട്ടെ എന്ന് വെച്ച് അടുത്ത ലക്ഷ്യത്തിന് നേരെ നോക്കുക. ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത്. സോ ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട 1 or 2 വർഷവും ലൈഫ് എന്നുള്ള വലിയ യാത്രയിൽ അത്ര വലിയ സംഭവമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വേറെ പല കോഴ്സും എടുത്ത പല ആൾക്കാരും എന്താണ്, BSc കഴിഞ്ഞ് 1 or 2 വർഷം ഇനി അടുത്തതെന്ത്, MSc കഴിഞ്ഞ് 1 or 2 വർഷം ഇനി അടുത്തതെന്ത് എന്നൊക്കെ ആലോചിച്ച് കളയാറുണ്ട്. അതുകൊണ്ട് എന്തല്ല, അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുക. ആൻഡ് നിങ്ങൾക്ക് കിട്ടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് വർക്ക് ഇല്ലാത്തത് കാരണമാണ്, നിങ്ങൾ ഉഴപ്പിയിട്ടുണ്ട് എന്നാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ക്യാരക്ടർ മാറ്റി വെക്കണം. ഇനി അങ്ങോട്ടുള്ള ദിവസം അടുത്ത ഏത് കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കും എന്നതിനേക്കാൾ അപ്പുറം എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, ഏത് ക്യാരക്ടറാണ് നിങ്ങൾ മാറ്റേണ്ടതെന്നും കൂടെ ചിന്തിക്കാനുള്ള സമയമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എടുക്കണം. ഉറപ്പായിട്ടും എന്താണ്, ലൈഫ് എന്ന് പറയുന്നത് MBBS കിട്ടിയ ഡോക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അല്ലാത്ത ഒരുപാട് ആൾക്കാരും സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ അവരിൽ തന്നെ പെടും. അതുകൊണ്ട് തന്നെ എന്താണ്, നഷ്ടബോധം ഒന്നും വേണ്ട, മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഏറ്റവും അവസാനം നീറ്റ് 2025 ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവരോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളിന്നൊന്ന് സുഖമായി കിടന്നുറങ്ങുക. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റീവൈൻഡ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് പറ്റിയത് 2024? ആ ഒരു 10 or 20 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കായിരിക്കാം, അതെവിടെയാണ് പോയതെന്ന് നോക്കണം. ആ പ്രശ്നം സോൾവ് ചെയ്യണം. ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 5 or 6 ദിവസത്തെ ഉഴപ്പലല്ലേ, പഠിക്കാതിരുന്നതായിരിക്കാം നിങ്ങൾ ഇന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത്. അതെന്താണെങ്കിലും പല 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 പ്രശ്നങ്ങളുണ്ടാവും. അതെന്താണെങ്കിലും അതെന്താന്ന് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ആൻഡ് ഉറപ്പായിട്ടും അടുത്തൊരു വർഷം അത് ആവർത്തിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുക്കണം. ആൻഡ് നല്ലൊരു കോച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ടും ഇത് കാണുന്ന ഈ ഒരു തീരുമാനമെടുത്ത നിങ്ങൾ പലരും അടുത്ത വർഷം ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ട് പേജിലെ പരസ്യത്തിലുണ്ടാവും. ഒരിക്കൽ കൂടെ പറയാണ്, ടോപ്പ് 30 ആൾക്കാരെ വെച്ച് എഡ്യൂപോർട്ടിൻ്റെ സൂപ്പർ 30 വരുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം. ഉറപ്പായിട്ടും എന്താ, ഈ 2024 നീറ്റ് എഴുതി കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്ത എല്ലാ ആൾക്കാരും ലൈഫിലൊരു ചെറിയ സ്റ്റേജ് മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്റ്റേജ് അടിപൊളിയാക്കുക. ജീവിതത്തിൽ നിങ്ങളെല്ലാവരും വിജയിക്കട്ടെ.